കൂട്ടുകാരെ നമസ്കാരം. ഇന്ന് മാർച്ച് 22 ലോക ജലദിനം. ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ട് വാക്കുകളിലൂടെ അല്ലാതെ പ്രവൃത്തിയിലൂടെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ 4-5 രീതിയിൽ ജലസംരക്ഷണത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, മഴവെള്ളം നമ്മൾ ഉപയോഗപ്പെടുത്താം നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. 2 വെൽ റീചാർജ്, നമ്മൾ കിണറും കാര്യങ്ങളൊക്കെ റീചാർജ് ചെയ്യുക. അതായത് മഴവെള്ളം കിട്ടുന്ന പരമാവധി വെള്ളം നമുക്ക് കിണറിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നമുക്ക് കിണർ വറ്റാത്ത ഒരു രീതിയിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. 3, നമുക്ക് കിച്ചൺ വാട്ടർ, അതായത് അടുക്കളയിൽ നിന്നുള്ള മലിന ജലം, അത് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. 4, നമ്മുടെ വീടുകളിൽ ടാപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന എയറേറ്ററുകൾ, അത് കൺട്രോൾഡ് എയറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഒരു പരിധി വരെ, ഒരു 50% നമുക്ക് വെള്ളം സേവ് ചെയ്യാൻ സാധിക്കും. അവസാനത്തേത് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, തുള്ളി നന സംവിധാനം. അത് കുറച്ചും കൂടി സാധാരണ നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടും ഇത്രയും കൂടി വെള്ളം നല്ല രീതിയിൽ ഒരു 70% വരെ വെള്ളം സേവ് ചെയ്യാൻ ഇത് സാധിക്കും. ഇത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് ഞാൻ പറയാം. ആദ്യത്തേത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, മഴവെള്ള സംഭരണം. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തേക്കുന്നത്, ഇപ്പോൾ ട്രസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ട്രസ് ചെയ്ത വെള്ളം ആ പാത്തിയിലൂടെ നേരെ പൈപ്പ് ഇട്ട നേരെ ഇതിലൂടെ ഇവിടെ ഒരു ചെറിയ ടാങ്ക് ഉണ്ട്, 200 ലിറ്റർ ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിലോട്ടാണ് വെള്ളം വീഴുന്നത്. അതായത് മെയിനായിട്ട് ഈ ഒരു സൈഡിൽ നിന്നുള്ള പാത്തി എന്നുള്ളതും, ഇവിടെയാണെങ്കിൽ നമ്മുടെ അവിടെ ഒരു ടാങ്ക് ഉണ്ട്, ചെറിയ ഒരു 500 ലിറ്റർ ടാങ്ക് ഉണ്ട്. ഇത് മുഴുവൻ ഒരു മഴവെള്ള സംഭരണം തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് വരുന്ന വെള്ളം, ആ പാത്തിൽ നിന്ന് വരുന്ന വെള്ളം ഈ ടാങ്കിൽ വരും. ഈ ടാങ്കിൽ നിന്നുള്ള ഓവർഫ്ലോ വെള്ളമാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഈ വരുന്ന വെള്ളം ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ള പാർട്ടിക്കിൾസ് കാര്യങ്ങൾ കുറെ ഇതിൽ സെറ്റിലാവും. ഈ വെള്ളം ശരിക്കും തിരിച്ച് ഈ വഴി ഇറങ്ങി താഴെ, നമ്മുടെ താഴെ ഒരു ഫിൽട്രേഷൻ സിസ്റ്റവും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫിൽട്രേഷൻ സിസ്റ്റവും കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ 2 ടാങ്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള വെള്ളവും കാര്യങ്ങളും മഴക്കാലത്ത് പ്രത്യേകിച്ച് നമുക്കൊരു 80% വരെ നമുക്ക് ഈ മഴവെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്യാൻ പറ്റും. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വെൽ വാട്ടർ റീചാർജിങ് ആണ്. നമ്മുടെ കിണർ അല്ലെങ്കിൽ ബോർവെല്ലൊക്കെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അതായത് മുകളിൽ നിന്ന് വരുന്ന വെള്ളം, മഴ സമയത്ത് വരുന്ന വെള്ളം ഈ 2 ഇഞ്ചിൻ്റെ ലൈനിൽ കൂടെയാണ് ഇവിടെ വരുന്നത്. ഇതിലൂടെ വന്ന് ഇവിടെ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. ഈ വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കും. കാര്യം ആദ്യത്തെ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുക. ഇത് മാനുവലി ക്ലോസ് ചെയ്യേണ്ടതാണ്. മഴക്കാലത്ത് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരാറില്ല. നമുക്ക് എപ്പോഴും അത് ക്ലോസ് ചെയ്ത് വെക്കാം. കാര്യം അത്രയും പൊടിയും കാര്യങ്ങളൊന്നും ലോഡും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നേരെ ഇതിൽ കൂടെ നേരെ ഇവിടെ വന്ന് ഇവിടെ ചെറിയൊരു ഫിൽട്രേഷൻ, ചെറിയ രീതിയിലുള്ള പാർട്ടിക്കിൾസ് കാര്യങ്ങൾ ട്രാപ്പുകളുടെ ഫിൽട്രേഷൻ സിസ്റ്റം, ഇതിൽ കൂടെ വെള്ളം നേരെ ഈ കിണറിലോട്ട് പോകും. ഇതാണ് നമ്മുടെ വെൽ വാട്ടർ റീചാർജ്. ഇപ്പം എൻ്റെ വീട്ടിൽ നാം ചെയ്തേക്കുന്ന മെത്തേഡ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേനൽക്കാലത്ത് മുന്നേ നമുക്ക് വേനൽ കഴിയാറാകുമ്പോൾ അല്ലെങ്കിൽ അടുക്കുമ്പോൾ നമുക്ക് വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ്. ഇപ്പം അങ്ങനത്തെ വലിയ കാര്യങ്ങളില്ല. ഈ വെള്ളം നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും ചെടികൾ നനയ്ക്കാനും എല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ, നമ്മൾ പാത്രം കഴുകുന്ന വെള്ളം. ഈ വെള്ളത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭക്ഷണ അവശിഷ്ടങ്ങളും ഓയിൽ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയുള്ള വെള്ളമാണ് വരുന്നത്. അപ്പോൾ ഈ വെള്ളം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ തോട്ടിലോട്ടും ഓടയിലോട്ടൊക്കെ പോകുമ്പോൾ വെള്ളം കെട്ടിക്കിടന്ന് സ്മെല്ല് വരാനും അത് ബാക്ടീരിയ ഗ്രോത്ത് കാര്യങ്ങളും അറിയാലോ. നമ്മുടെ എല്ലാ സ്ഥലങ്ങളും ജലസ്രോതസ്സുകളും മലിനമാക്കുന്ന മെയിൻ ഒരു കാര്യമാണ് നമ്മുടെ കിച്ചണിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാണ്ട് പുറത്ത് വിടുമ്പോഴുള്ള സംഭവിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന കിച്ചൻ്റെ വെള്ളം നമുക്ക് പാത്രം കഴുകുമ്പോൾ വെള്ളം ഇതിൽ കൂടെ വന്ന് ഇവിടെ ഞാനൊരു ടീ കൊടുത്തിട്ട് വെള്ളം, ഇത് അണ്ടർഗ്രൗണ്ട് ആണ്, അടിയിൽ കൂടെ എടുത്ത് നേരെ ഇവിടെ 3 സിസ്റ്റം ഉണ്ട്. അതായത് 3 ബക്കറ്റ് സിസ്റ്റമാണ്. ഞാൻ 3 ബക്കറ്റ് സിസ്റ്റം എന്നാണ് ഇതിന് പറയണത്. 3 ബക്കറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ബക്കറ്റിൽ വരുന്ന വെള്ളം ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഓയിൽ കണ്ടാമിനേഷനും കാര്യങ്ങളും ഒരു പരിധി വരെ മാറ്റും. അപ്പോൾ അതിൽ കൂടുതൽ വരികയാണെങ്കിൽ ട്രാപ്പ് ആവാത്ത ഓയിൽ കണ്ടാമിനേഷനോ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ബക്കറ്റിൽ സെറ്റിലാവും. രണ്ടാമത്തെ ബക്കറ്റിൽ നിന്ന് പിന്നെ മൂന്നാമത്തെ ബക്കറ്റിലോട്ട്, ഈ മൂന്നാമത്തെ ബക്കറ്റിൽ നിന്ന് നമുക്ക് പൈപ്പ് ഇട്ടിട്ട് നമുക്ക് ചെടികളിലോട്ടോ കാര്യങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ പിന്നെ മെയിനായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ നമ്മൾ ഡിഷ് വാഷോ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ജൈവ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം ചെടികൾക്ക് ഡയറക്റ്റ് കൊടുക്കാം, മണ്ണിലോട്ട് ഡയറക്റ്റ് ഇടാം, വേറെ ഒന്നും സംഭവിക്കാനില്ല. കാര്യം ഇത് ജൈവ രീതിയിലുള്ള വസ്തുക്കൾ കൊണ്ടാണ് നമ്മൾ ഈ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്.
അതുകൊണ്ട് ഇതിന് ശരിക്കും പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നാലാമത്തെ മെത്തേഡാണ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം അല്ലെങ്കിൽ തുള്ളി നന സംവിധാനം. നമ്മൾ ഫിസിക്കലി നമ്മൾ ബക്കറ്റിൽ അല്ലെങ്കിൽ മഗ്ഗിൽ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് സമയ നഷ്ടമുണ്ട്, വെള്ളം അധികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തുള്ളി നന സംവിധാനം അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നമ്മുടെ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ, വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഉപയോഗം ഒരു 70% വരെ നമുക്ക് കുറയ്ക്കാനും ചെടികൾക്ക് പല സമയങ്ങളിൽ നമുക്ക് അതിനാവശ്യമുള്ളപ്പോൾ നമുക്ക് വെള്ളം നൽകുവാൻ ഇത്തിരി കൂടി പ്രാക്ടിക്കലി എളുപ്പമായിരിക്കും. ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് ചെടികളുണ്ട്. ഈ ചെടികൾക്കെല്ലാം തന്നെ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം തന്നെ ചെയ്തേക്കുന്നത്. പല സമയത്ത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമുക്ക് ഞാൻ കുറച്ച് സമയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ ചെടികൾക്ക് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടി വരുന്നു, ഓട്ടോമാറ്റിക്കലി പോകുള്ളൂ. അല്ലാതെ പിന്നെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്യാം. ഇപ്പോൾ മഴക്കാലം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വേണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്തിടാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള വെള്ളം മാത്രമേ ചെടികൾക്ക് ലഭിക്കൂ. ഓവർ വാട്ടറിങ് അവിടെ ഉണ്ടാവില്ല. അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറയുന്നതാണ് നമ്മൾ എയറേറ്റർ യൂസ് ചെയ്യാന്നുള്ളത്. അതിന്റെ വ്യത്യാസം എന്താണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ വീടുകളിൽ എല്ലാ ടാപ്പിലും യൂസ് ചെയ്യാൻ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ടാപ്പിലെങ്കിലും അത് യൂസ് ചെയ്യുക. കാരണം ഏറ്റവും കൂടുതൽ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ് അടുക്കളയിൽ. അടുക്കളയിൽ നമ്മൾ വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ, എയറേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഒരു 50 മുതൽ ഒരു 70% വരെ നമുക്ക് സേവ് ചെയ്യും. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു ടൈമറാണ് ഇവിടെ. ഞാൻ ഇതിൽ 500 ml വെള്ളമാണ് നിറയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഓൺ ചെയ്യണേ. ഇത് ഏകദേശം ഒരു 8 സെക്കൻഡ് ഉണ്ട്. 7:23 എന്നാൽ 8 സെക്കൻഡ് കൂട്ടിക്കും. ഓക്കെ, ഇത് റീസെറ്റ് ചെയ്തു. ഞാനിവിടെ എയറേറ്റർ ഊരി മാറ്റി വെള്ളം നിറയ്ക്കാണ്. ഇതിപ്പോൾ 4 സെക്കൻഡ്, 4.5 സെക്കൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 50% വെള്ളം നമുക്ക് ഇതിൽ നിന്ന് തന്നെ സേവ് ചെയ്യും, എയറേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ എത്രയൊക്കെ ആണെങ്കിലും നമുക്ക് വേസ്റ്റ് വാട്ടർ ജനറേഷൻ ഉണ്ടാവുന്ന കുറയ്ക്കാനും വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാനും സാധിക്കും. ഓക്കെ, താങ്ക് യു.